Good morning. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് നോക്കുന്നത്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പേര് ലോണ്ടറി. എന്താ ലോണ്ടറി എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് ദ മീനിങ്? ലോണ്ടറി, LAUNDRY, ലോണ്ടറി. എന്താ മീനിങ്? മെസ്സേജ് ചെയ്തിട്ടേ. ക്ലീൻ. ഓക്കെ, ക്ലീൻ ആക്കുക, അലക്കുക. ഈ ഹോസ്പിറ്റൽ അലക്കല്, പിന്നെ അതുപോലെ തന്നെ തുണികളൊക്കെ വാഷിംഗ് ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം ഈ നീറ്റ്നെസ്, ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇതുപോലെ തന്നെ സ്റ്റാഫിന്റെ യൂണിഫോംസുകളൊക്കെ ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകള്, പിന്നെ എന്താ ഈ കോട്ടുകള്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇപ്പൊ ബെഡ്ഷീറ്റ്, ബെഡ് കവർ ഒക്കെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കണം, അല്ലെ? അതെന്തിനാ? ഇൻഫെക്ഷൻ എന്നുള്ള ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട വാഷ് ചെയ്ത് യൂണിഫോമും സ്റ്റാഫിന്റെ യൂണിഫോമും ബെഡ്ഷീറ്റ്, ബെഡ് കവറുകള്, അങ്ങനെയുള്ള മറ്റുള്ള കോട്ടുകള്, ഇതൊക്കെ വാഷ് ചെയ്ത് തരുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ലോണ്ടറി എന്ന് പറയുന്നത്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലിനൻ എന്ന് പറഞ്ഞാൽ തുണിക്കാണ് പറയുന്നത് ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ലിനൻ, ക്ലീൻ ആയിട്ട് ലിനനൊക്കെ, തുണിത്തരങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് സപ്പോർട്ട്, അലക്കി കഴുകി, അതുപോലെ പല പ്രോസസ് ഉണ്ട്, സ്റ്റെപ്സുകൾ ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ പിന്നെ സോർട്ട് ചെയ്യും, അതിന് ഓരോന്നിനെ വേർതിരിക്കും. എന്നിട്ട് പല സ്റ്റെപ്സുകളൊക്കെ ഉണ്ട്, അത് ഡീറ്റെയിൽ നമുക്ക് അന്നേരം പഠിക്കാം. അപ്പൊ അങ്ങനെ പല പ്രോസസ്സിലൂടെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ആ യൂസർ യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ലോണ്ടറി എന്ന് പറയുന്ന ഒരു സർവീസ് ആണ്. ഓക്കെ, okay, laundry service is responsible for providing an adequate, clean and constant supply of linen to all users. എല്ലാ യൂസർ യൂണിറ്റിലേക്കും ക്ലീൻ ആയിട്ടുള്ളത്, കൃത്യമായിട്ടുള്ള ഒരു സപ്ലൈ, കോൺസ്റ്റന്റ് സപ്ലൈ ചെയ്യുന്നത് ലിനന്റെ. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ ലോണ്ടറി എന്ന് പറഞ്ഞ ഒരു സർവീസിനുള്ളത്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഹെഡിങ് ഒന്ന് കൊടുത്തേ, ഹെഡിങ് കൊടുക്കട്ടോ. ചാപ്റ്റർ 20, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഒരു സെന്റൻസ് അതിന്റെ താഴെ എഴുതിക്കോ. ലോണ്ടറി സർവീസ് is responsible for providing, PROVIDING, providing an adequate, 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 clean, adequate, clean and constant supply, responsible for providing, PROVIDING, providing an adequate, 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 clean and constant supply, CONSTANT, constant supply of linen, LINEN, linen to all users. എന്താ പറഞ്ഞേക്കുന്നത്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഉത്തരവാദിത്തം എന്താണ്? റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രൊവൈഡിങ് ആൻ ആഡിക്വേറ്റ്, ക്ലീൻ ആൻഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ലിനൻ ടു ഓൾ യൂസേഴ്സ്. അപ്പൊ ഹോസ്പിറ്റലിലെ ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ സ്റ്റാഫുകൾക്കും
പിന്നെ അതുപോലെ പേഷ്യൻസിന് ഒക്കെ ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങള് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു സ്ഥിരമായിട്ടൊരു സപ്ലൈ ചെയ്യുന്ന ഒരു സർവീസാണ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. ഈ ബെഡ്ഷീറ്റ് ബെഡ് കവറുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അഡ്മിറ്റ് ആകുമ്പോൾ അവർ ഓൾട്ടർനേറ്റ് ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ അവർ ബെഡ്ഷീറ്റ് പില്ലോ ഇതൊക്കെ കവറുകൾ ഇതെല്ലാം മാറ്റി നല്ല വൃത്തിയുള്ളത് ഇടും. വെച്ചാൽ ഓൾറെഡി നമ്മൾ ആ ഒരു അസുഖമായിട്ടാണല്ലോ അഡ്മിറ്റ് ആവുന്നത്. അപ്പൊ വീണ്ടും ആ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉപയോഗിക്കുന്ന ആ ലിനൻ തുണികളിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അവര് കോൺസ്റ്റന്റ് ആയിട്ട് വൃത്തിയാക്കി സപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം വീടുകളിലാണെങ്കിൽ അലക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ 2 നേരവും കുളിച്ച് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കും അല്ലെ, മുഷിഞ്ഞത് അല്ലെ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെ അറിയാം നമ്മുടെ ഒരു നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ എല്ലാവരും കുടിച്ചൊക്കെ 2 നേരവും നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കൂലേ. നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മള് ആഴ്ചയിൽ 1-2 ദിവസം ആണെങ്കിലും നമ്മളത് ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റി വിരിക്കും, എല്ലാം വൃത്തിയുള്ളത്. നമ്മൾ മുഷിഞ്ഞത് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫെക്ഷൻ വരാതിരിക്കുക, ഇൻഫെക്ഷന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്ക് പനി ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ മാറിക്കഴിയുമ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് എല്ലാരും മാറ്റി നമ്മൾ പുതിയതൊക്കെ ഇടാറില്ലേ. നമുക്ക് വീണ്ടും ആ ഒരു തുണിത്തരങ്ങളിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട്, ഒരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ഞാനൊരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞതാണ്. ലോണ്ടറി സർവീസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ആൻ adequate, clean and constant supply of linen to all users. Introduction ഒന്ന് നോക്കാം. Introduction. In the present day hospitals, the laundry and the linen services are one of the most important supportive services. അപ്പൊ നമ്മളിപ്പോ present day ഹോസ്പിറ്റലില് ലോണ്ടറി ലിനൻ സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. Next sentence. Laundry department at hospitals are responsible for maintaining neatness of linen, staff uniform, lab coats, and tailoring services to meet the needs of patients and staff. പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും നീഡ്സ് അനുസരിച്ച് എന്താണ് പ്രോപ്പറായിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ടുള്ള ലിനനുകള്, തുണിത്തരങ്ങള്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ് യൂണിഫോം, ലാബ് കോട്ട്, ടൈലറിംഗ് സർവീസുകള്, ഇതൊക്കെ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ പ്രോപ്പറായിട്ട് അതൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫ് യൂണിഫോം, ലാബ് കോട്ട്, ടൈലറിംഗ് സർവീസ് എന്നിവ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്. The hospital laundry with the linen which got stained from various body fluids, that is blood, urine, feces, etc. This type of linen need to be cleaned and serviced before they are being put into the washing machine, as they are carefully and delicately handled. ഇപ്പൊ നോക്കി, ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലിനൻ തുണിത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പല ഇത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. എന്നുവെച്ചാൽ ആ പേഷ്യൻസിന്റെ തന്നെ ബോഡി ഫ്ലൂയിഡ്, ബ്ലഡോ അല്ലെങ്കിൽ യൂറിനോ അല്ലെങ്കിൽ ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലം, ഇതൊക്കെ മൂത്രം, ഇതും കൊണ്ട് ബ്ലഡ് ഇതൊക്കെ വെച്ചിട്ട് അത് ഉപയോഗിക്കുന്ന ലിനൻസുകളൊക്കെ അത് ഒരു മലിനമായിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മള് ഓൾട്ടർനേറ്റ് ദിവസങ്ങളിൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നേരെ കൊണ്ടുവന്ന് അത് വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയല്ല ചെയ്യേണ്ടത്. അതിനു മുന്നേ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? ദേ ക്ലീൻസ്ഡ് ആൻഡ് സർവീസ്ഡ് ബിഫോർ ദേ ആർ ബീയിങ് പുട്ട് ഇൻ ടു ദ വാഷിംഗ് മെഷീൻ. അപ്പൊ നമ്മള് ഇത് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് അതൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കണം.
അതിനുശേഷമാണ്, അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഇടാൻ പറ്റില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും വീട്ടിലെ വാഷിംഗ് മെഷീനിലൊക്കെ തുണി ഇടുമ്പോൾ നമ്മൾ ഓരോന്ന് സോർട്ട് ചെയ്യും അല്ലെ, കളർ ഇളകുന്നത് ഉണ്ടാവും, വൈറ്റ് ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് മെഷീനിൽ ഇടുന്നത്. അതേ പോലെയുള്ള പ്രോസസ് ഒക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ബ്ലഡോ യൂറിനോ ഫീറ്റസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതൊന്ന് വാഷ് ചെയ്തൊക്കെ കളഞ്ഞതിന് ശേഷമാണ് മെഷീനിലേക്ക് ഇടുന്നത്. As they are carefully and dedicatedly handled, അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഇൻഫെക്ഷൻ വീണ്ടും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള തുണികളിലേക്കൊക്കെ അത് അതിന് സ്പ്രെഡ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്തിട്ടാണ് വാഷിംഗ് മെഷീനിൽ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു നമ്മളൊരു വൃത്തിയുള്ള ഒരു സർവീസ് നൽകുക ചെയ്യുന്നത്. നോക്കിയേ, എ റിലയബിൾ ലോണ്ടറി സർവീസ് ഈസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. എ റിലയബിൾ ലോണ്ടറി സർവീസ് ഈസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഒരു വളരെയധികം പ്രാധാന്യമാണ്. ഇപ്പൊ നമ്മള് വെറുതെ മെഡിസിൻ മാത്രം കൊടുത്ത് അഡ്മിറ്റ് ആക്കിയാൽ പോരാ. അപ്പൊ പേഷ്യൻസ് ഇടുന്ന ഡ്രസ്സുകളാണെങ്കിലും പിന്നെ അതുപോലെ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ് ആയിരിക്കണം, നല്ല വൃത്തിയുള്ളതായിരിക്കണം. അപ്പൊ പ്രോപ്പറായിട്ട് അത് ഒരു വാഷ് ചെയ്തിട്ട് അത് സെർവ് ചെയ്യുന്ന ഒരു എല്ലാ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്തിക്കുകയാണ് ഈ ലോണ്ടറി സർവീസ് നൽകുന്നത്. അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷന്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ലൊരു ബെറ്റർ ഹൈജീനിക് ആൻഡ് ക്ലീൻനെസ്, ഒരു നല്ലൊരു ശുചിത്വ ഇത് നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അത് ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് എന്താണ് ലോണ്ടറി ലിനൻ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോ ഈ പേഷ്യൻസിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഈ ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് തുണിത്തരങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ലോണ്ടറി ചെയ്യുന്നത്, ലോണ്ടറി സർവീസ് ചെയ്യുന്നത്. നോക്കി, the linen and the laundry service should provide safe, clean, ample എന്ന് വെച്ചാൽ ധാരാളം, ample and a timely supply of linen to user units of the hospital at right time, right place, right quantity and right price. Okay, ഇതെങ്ങനെയാ? The linen and laundry service should provide a safe, നല്ല സേഫ് ആയിട്ടുള്ള, വൃത്തിയുള്ളത്, സുരക്ഷിതമായിട്ടുള്ളത്, ക്ലീൻ വൃത്തിയുള്ളത്, ആമ്പിൾ മതിയാവുന്ന അല്ലെങ്കിൽ ധാരാളമായിട്ട്, അതുപോലെ തന്നെ ടൈംലി സപ്ലൈ, അതൊരു പ്രത്യേക ഇത് അവർ ആ ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുവന്ന് വിരിക്കുന്നത് തന്നെയാണെങ്കിലും നമുക്ക് ഒരു ടൈം അനുസരിച്ചൊക്കെയാണ് വരുന്നത്. ഓഫ് ദ timely supply of linen to the user unit of the hospital. ഇതെങ്ങനെയാ എത്തിക്കുന്നത്? കറക്റ്റ് ടൈമില് ശരിയായ സ്ഥലത്ത് ശരിയായ ക്വാണ്ടിറ്റിയിലെ അളവില് റൈറ്റ് പ്രൈസിലാണ് ഇത് എത്തിക്കുന്നത്. ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും ശരിയായ അളവിലും ശരിയായ വിലയിലും ഒക്കെ ഇത് നൽകണം. Okay, second point, this term is used to denote clothing items. അപ്പൊ ലോണ്ടറി എന്ന് പറഞ്ഞാൽ ആ ടേം അല്ലെങ്കിൽ ലോണ്ടറി ആൻഡ് ലിനൻ അങ്ങനെ ഒരുമിച്ച് അതിനകത്ത് തന്നിരിക്കുന്നത്. ഈ ടേം എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റംസ്. ക്ലോത്തിങ് ഐറ്റത്തിനാണ് ഈ ടേം യൂസ് ചെയ്യുന്നത്. ലിനൻ എന്ന് പറഞ്ഞ ഒരു ടേം യൂസ് ചെയ്യുന്നത് ക്ലോത്തിങ് ഐറ്റത്തിനാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ടെക്സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് which include mattress, bed cover, bed sheet, towel, blanket, screen, curtain, doorpost, table cover, etc. അപ്പൊ ലിനൻ എന്ന് പറഞ്ഞ ഒരു ടേം തന്നെ എന്തിനാണ്? ക്ലോത്തിങ് ഐറ്റത്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ടെക്സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഓക്കെ, ലിനൻ എന്ന് പറഞ്ഞ ഇതിനകത്ത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു. ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്? മാട്രസ്, മെത്തകള്, പിന്നെ ബെഡ് കവറുകള്,
ബെഡ്ഷീറ്റുകള്, ടവല്, ബ്ലാങ്കറ്റ്, സ്ക്രീൻ, കർട്ടൻ, ഡോക്ടർ കോട്ട്, പിന്നെ അതുപോലെ തന്നെ ടേബിൾ കവർ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ടെക്സ്റ്റൈൽസും ഇതിനകത്ത് ഈ ലോണ്ടറി ലിനൻ സർവീസിൽ ഉൾപ്പെടുന്നു. The most preferred and frequently used material is cotton. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, the most preferred and frequently used material, ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന മെറ്റീരിയൽ ഏതാ? കോട്ടൺ ആണ്. കോട്ടൺ. ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയൽ, കോട്ടൺ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ലോവർ പ്രൈസ്ഡ് ആൻഡ് മോർ കംഫർട്ടബിൾ. അതെന്താ പ്രത്യേകത? കോട്ടൺ തന്നെ യൂസ് ചെയ്യാൻ കാര്യം എന്താ? ഏറ്റവും ഇമ്പോർട്ടൻസ്, പ്രിഫറൻസ്, മുൻഗണന കോട്ടനാ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലോത്തിങ് ഐറ്റത്തില് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോട്ടൺ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ലോ പ്രൈസ്ഡ്, പ്രൈസ് കുറവാണ്, ആൻഡ് മോർ കംഫർട്ടബിൾ, നമുക്ക് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് കോട്ടൺ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ചോദിച്ചിട്ടുണ്ട്. ദ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് ഡാഷ്. ഇതാണ് കോട്ടൺ. എന്തുകൊണ്ടാ? ലോവർ പ്രൈസ്ഡ് ആൻഡ് മോർ കംഫർട്ടബിൾ. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് ഓൾ ദ ലിനൻ മെറ്റീരിയൽ ഫ്രം ഡിഫറെന്റ് ഏരിയാസ് സച്ച് ആസ് വാർഡുകളിൽ നിന്ന്, OT, ഓപ്പറേഷൻ തിയേറ്റർ, OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓഫീസ് ഏരിയ വേർ ദേ അണ്ടർഗോ പ്രോസസ് ഓഫ് സോർട്ടിംഗ്. സോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ? തരംതിരിക്കുക, സോർട്ട് ചെയ്യുക, സോർട്ടിംഗ്. വാഷിംഗ്, വാഷിംഗ് അറിയാലോ, വാഷ് ചെയ്യുക, കഴുകുക. എക്സ്ട്രാക്ടിങ്, എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഓരോന്ന് വേർതിരിച്ചെടുക്കുക. സോർട്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, എക്സ്ട്രാക്ടിങ് വേർതിരിച്ചെടുക്കുക. ഡ്രൈയിങ്, ഡ്രൈ ചെയ്യുക, ഉണക്കുക. അയണിങ്, അയൺ ചെയ്യുക, തേക്കുക, അയണിങ്. ഫോൾഡിങ്, തേച്ചത് മടക്കണം, ഫോൾഡിങ്, ഫോൾഡിങ്. ഫോൾഡിങ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. മെൻഡിങ്, മെൻഡിങ് എന്ന് വെച്ചാൽ നന്നാക്കുക, MENDING. സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തരംതിരിക്കുന്നത്. എല്ലാ തുണിയും ഒരുമിച്ചല്ല, അതിനെ ഓരോന്നും ഓരോന്നും തരംതിരിക്കും. ഞാൻ ഒന്നോട് പറയുമ്പോ അതിന്റെ മീനിങ്ങുകളൊന്നും നോക്കട്ടോ. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക. വാഷിംഗ് അറിയാം, വാഷിംഗ് അറിയാലോ, നമ്മൾ എന്ത് ചെയ്യണതാണ്? വാഷ് ചെയ്യാറില്ലേ? നിങ്ങളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാറില്ലേ? വാഷിംഗ്, കഴുകുന്നു. എക്സ്ട്രാക്ടിങ്, എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ വേർതിരിച്ച് ഓരോ ഐറ്റം, ബെഡ്ഷീറ്റുകൾ ഒരു സ്ഥലത്ത്, ബെഡ് കവറുകൾ ഒരു സ്ഥലത്ത്, കോട്ടുകൾ, ടേബിൾ കവർ ഒരു സ്ഥലത്ത്, അങ്ങനെ ഓരോന്നിനെയൊക്കെ സോർട്ട് ചെയ്യും. എക്സ്ട്രാക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ വേർതിരിക്കുക എന്നുള്ളത്. ഡ്രൈയിങ്, അത് ഉണക്കുന്നു, ഡ്രൈയിങ്. നെക്സ്റ്റ് അയണിങ്, ഇത് അയൺ ചെയ്യുന്നു, തേക്കുന്നു. തേച്ചിട്ട് അടുത്ത എന്താ? ഫോൾഡിങ്, ഫോൾഡ് ചെയ്യുക, മടക്കുന്നു, മടക്കുക. മെൻഡിങ്, MENDING, നന്നാക്കുന്നു. ഒക്കെ എല്ലാം പ്രോപ്പർ ആയിട്ട് ഓർഡർ ആക്കി വെക്കുന്നു. ആൻഡ് ഡെലിവറി, ഇത് ഡെലിവറി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ. വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, OPD, ഓഫീസ് ഏരിയ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള ഡിഫറെന്റ് ഏരിയാസ് എന്നുള്ള വിവിധ ഏരിയയിൽ നിന്നുള്ള എല്ലാ ലിനൻ ഐറ്റംസും മെൻഡിങ് എന്ന് വെച്ചാൽ നന്നാക്കുക, വെച്ചാൽ ഓർഡർ ആക്കി വെക്കുക എന്നുള്ള. മടക്കി ഓരോന്നും കറക്റ്റ് ആയിട്ട് വെച്ചിട്ടാണ് അത് ഡെലിവർ ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ചല്ല, ഓരോന്നും. ഇപ്പൊ നമ്മൾ ബെഡ്ഷീറ്റിന്റെ ഒപ്പം തന്നെ അവരതിന്റെ പില്ലോയും കൂടി വെക്കും. നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നിങ്ങൾ ചെല്ലുമ്പോ അറിയാം. നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവര് കൊണ്ടുവന്ന് വിരിക്കണത് വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതും അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് കൊണ്ടുവന്ന് വിരിച്ചിടുകയല്ല ചെയ്യുന്ന ബെഡ്ഷീറ്റ് ഒക്കെ, അല്ലെ? ഓരോന്നും ഇപ്പൊ നമ്മുടെ കൊണ്ടുവന്ന ഒരു ട്രെയില് ബെഡ്ഷീറ്റുകൾ കുറെ ഉണ്ടാവും, പല ഇതിലേക്കുള്ളത് ഉണ്ടാവും, പല റൂമിലേക്കുള്ളത് ഉണ്ടാവും. അപ്പൊ ഓരോ റൂമിലും ഒരു ബെഡ്ഷീറ്റ്, അതിന്റെ മുകളിൽ ഇടുന്ന പില്ലോയും അങ്ങനെ ഒരുമിച്ച് അതൊക്കെ ഒരു സെറ്റ് ചെയ്യുന്നവര്, അല്ലാതെ വെറുതെ വലിച്ചു വാരി കൊണ്ടുവന്ന് വിരിക്കുകയല്ല. അതും വിരിക്കണതിനും
നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നല്ല നീറ്റായിട്ട് അതിനൊക്കെ അവർക്ക് പ്രത്യേകം ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ മെന്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നന്നാക്കുക, അതല്ലെങ്കിൽ ഓർഡർ ആക്കി വെക്കുക എന്നുള്ളത്. ആൻഡ് ഡെലിവറി, അതിന് ഡെലിവറി ചെയ്യുന്നു. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞ ഈ ഹോസ്പിറ്റലിലെ പല ഏരിയയിലുള്ള, അതായത് വാർഡിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്റർ, OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഏരിയ എന്നിവിടെ നിന്നുള്ള എല്ലാ ലിനൻ സാമഗ്രി, എല്ലാ തുണിത്തരങ്ങളും അതെന്ത് ചെയ്യുന്നു, ലോണ്ട്രി സർവീസ്, അത് ലോണ്ട്രി ഒരു സപ്പോർട്ടീവ് സർവീസ് ആണെന്ന് പറയാം. ആ സർവീസ് എന്ത് ചെയ്യുന്നു, അത് റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇൻ ദ കേസ് ഓഫ് ലിനൻ അവിടെ എന്തൊക്കെയാ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലോണ്ട്രി ലിനൻ സർവീസിൽ എന്തൊക്കെയാ ചെയ്യുന്നേ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ പ്രോസസ് ആണ് അവിടെ ചെയ്യുന്നത്. where they undergo process of sorting, washing, extracting, drying, ironing, folding, mending and delivery. ഇത്രയും പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത്. In the case of linen, special care should be taken. അപ്പോ ഈ തുണിയുടെ കാര്യത്തില് പ്രത്യേകം ശ്രദ്ധ വേണം. അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. അപ്പൊ അവിടെ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിലും അവിടെ നിന്നല്ല ഡ്രസ്സ് കിട്ടുന്നത്. പേഷ്യൻസിന് ഒക്കെ ആണെങ്കിലും അവർക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ, അപ്പൊ അതൊക്കെ വെച്ചാൽ ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഇൻഫെക്ഷന്റെ ഒരു ഇതുപോലും പാടില്ല. അപ്പൊ അതേ നീറ്റ്നെസ് ആയിട്ട് വേണം, അതേ ഹൈജീനിക് ആയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അത് നല്ല വൃത്തിയായിട്ടും എല്ലാ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുക, ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ലിനൻ, സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ. ലിനന്റെ കാര്യത്തില് അല്ലെങ്കിൽ തുണിയുടെ കാര്യത്തില് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ്. നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞ, ദ പർപ്പസ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രൊവൈഡ് adequate clean material to the patient and the personnel while ensuring that hygienic conditions are maintained in this process. അതൊന്ന് നോക്കാം കേട്ടോ. ദ പർപ്പസ് എന്താണ്? adequate clean material. ഒരു മതിയായ ധാരാളം adequate മതിയാവോളമുള്ള ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് പേഷ്യൻസിനും പേഴ്സണൽസ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോണ്ട്രി ലിനൻ സർവീസിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിന്റെ ഒരു ലക്ഷ്യം. അതെങ്ങനെയാന്ന് നോക്കിയേ. വൈൽ എൻഷുറിംഗ് ദാറ്റ് ഹൈജീനിക് കണ്ടീഷൻസ് ആർ മെയിൻറ്റെയിൻ. നല്ല ഹൈജീനിക് ആയിരിക്കും, നമ്മുടെ തോന്നിയ രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല, നല്ല വൃത്തിയുള്ള ഒരു ഹൈജീനിക് കണ്ടീഷൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. The main objective of the department are the following. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഈ ലോണ്ട്രി ലിനൻ സർവീസിന്റെ അതിന്റെ ഒബ്ജക്റ്റീവ്, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ. To retain a comfortable and safe environment for the patient, staff and visitors. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞേക്കുന്ന? ടു റീറ്റെയിൻ, നിലനിർത്തുക, എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ്, സുരക്ഷിതമായിട്ടുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക. ആർക്കൊക്കെ? ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. അവിടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫുകളും വിസിറ്റേഴ്സിനും ഒക്കെ ഒരു സേഫ് ആയിട്ട്, ഒരു സുരക്ഷിതമായിട്ടുള്ളതും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക, ഒരു അന്തരീക്ഷം അവിടെ നിലനിർത്തുക. Second point, to provide a constant supply of qualitative linen to various required areas like IP, operation theatre, OPD and other areas. ഇതൊക്കെ തന്നെ വീണ്ടും തിരിച്ച് വന്നേക്കണേ. IP, ഇൻപേഷ്യന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, OPD, അതുപോലെ മറ്റുള്ള മേഖലകള് എന്നിവയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു മേഖലകളിലൊക്കെ ആ ഒരു ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ലിനൻസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. കോൺസ്റ്റന്റ്, സ്ഥിരമായിട്ടുള്ള, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അവരെ ഒന്നരാടറ്റം ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ആണ്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ലിനൻ
വിതരണം ചെയ്യുക. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ, നല്ല ക്വാളിറ്റിയിലായിരിക്കണം ലിനൻ ടു ദ വേരിയസ് റിക്വയർഡ് ഏരിയാസ് ലൈക്ക് IP, ഈ ഓപ്പറേഷൻ തിയേറ്റർ, OPD ആൻഡ് അതർ ഏരിയാസ്. മറ്റുള്ള ഏരിയസിലൊക്കെ ലിനൻ എന്ത് ചെയ്യുക, സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ തേർഡ് പോയിന്റ്, ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക. ഇത് അതുപോലെ തന്നെ ആ പരിചരണത്തിന്റെ ആ ഒരു കെയർ, അതിന്റെ ക്വാളിറ്റി നിലനിർത്തുക. അപ്പൊ നമുക്കറിയാം നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ അത് വെറുതെ ആക്കി കൊണ്ടുവന്ന അങ്ങനെ പോരാ. അത് നമ്മളൊക്കെ അറിയാം, നല്ല നീറ്റ് ആയിരിക്കും. അത് പ്രോപ്പർ ആയിട്ട് അയൺ ചെയ്തു വരികയാണ്, തേച്ച് മടക്കിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നല്ലൊരു എന്താണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഗുണനിലവാരം അവിടെ നിലനിർത്തുക. റീറ്റെയിൻ ദ ക്വാളിറ്റി നിലനിർത്തുക. ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. പരിചരണത്തിന്റെ ഒരു നല്ലൊരു ഗുണനിലവാരം നിലനിർത്തുക, അതുപോലെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക. 3 ഒബ്ജക്റ്റീവ്സാ പറഞ്ഞേക്കുന്നത്. വേഗം നോക്കിയേ. പേഷ്യന്റിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒരു സേഫ് ആയിട്ടുള്ളത്, അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് സപ്ലൈ, ഒരു ക്വാളിറ്റേറ്റീവ് ലിനന് വിതരണം ചെയ്യുക. ഏരിയയിലേക്കൊക്കെയാ അത് ആവശ്യമായിട്ടുള്ള ഏരിയകൾ, IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD, മറ്റുള്ള ഏരിയയിലൊക്കെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻ സപ്ലൈ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തെയാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ആൻഡ് ദ റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. പരിചരണത്തിന്റെ ഒരു ഗുണനിലവാരം നിലനിർത്തുക, ക്വാളിറ്റി നിലനിർത്തുക. ഇത് നോക്കിയാൽ മതി. ടു റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. 3 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു പോകേണ്ട ഒരു ഏരിയ കേട്ടോ. ഒരുപാട് അങ്ങനെ ഇതാക്കിയില്ല. ഒബ്ജക്റ്റീവ്സ് നോക്കണം. ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ആ ഒബ്ജക്റ്റീവ്സ് നോക്കാം. നെക്സ്റ്റ് നോക്കിയേ. സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ലോണ്ടറി സർവീസ് ആർ ദ ഫോളോയിങ്. ഇതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്. എന്തൊക്കെയാണ് മെയിൻ ഫങ്ഷൻ? ലോണ്ടറി സർവീസിന്റെ ഒരു ഫങ്ഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ. ടു കളക്ട്, റിസീവ് soiled and infected linen from different places. ടു കളക്ട് ചെയ്യുക, ശേഖരിക്കുക. അതുപോലെ തന്നെ റിസീവ്, കളക്ട് ഓർ റിസീവ്, സ്വീകരിക്കുക. സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ എന്താ? മലിനമായിട്ടുള്ള ലിനൻ, ചഴുക്കുള്ളത്, വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ലിനൻ ഇല്ലേ, അത്. ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്, പല ഏരിയയിലുള്ള പല ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിക്കുന്ന സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യുക, ശേഖരിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ. സെക്കൻഡ് പോയിന്റ്. ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ വിച്ച് ഇൻക്ലൂഡ്. അതിനകത്ത് ഏതൊക്കെയാണ് ആ പ്രോസസ് വരുന്നതെന്നാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വിച്ച് ഇൻക്ലൂഡ് സോർട്ടിങ്. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അടക്കി വെക്കുക, ഓരോന്നും അടക്കി വെക്കുക. സോർട്ടിങ്. സ്ലൂസിങ് എന്ന് വെച്ചാൽ കഴുകുക. സ്ലൂസിങ്. ഡിസ്ഇൻഫെക്ഷൻ ഇല്ലാതെ ആക്കുക. വാഷിങ്ങും ഇതും സ്ലൂസിങ്ങും ഒരേ മീനിങ് തന്നെയാണ്, കഴുകുക എന്നുള്ളതാണ് കേട്ടോ. വാഷിങ്. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ വേർതിരിക്കുക, അതിനെ വേർതിരിക്കുക. കണ്ടീഷനിങ്, അത് കറക്റ്റ് സ്ഥാനത്ത് വെക്കുക. കണ്ടീഷനിങ്. നെക്സ്റ്റ് അയൺ ചെയ്യുക, തേക്കുക. നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ആൻഡ് ഫോൾഡിങ്, മടക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ സോയിൽഡ് ലിനൻ
മലിനമായിട്ടുള്ള ലിനൻ എന്തൊക്കെ പ്രോസസ്സുകളിലാണ് ചെയ്യുന്നതെന്നാണ് ആ പ്രോസസ്സ് വരുന്നതാണ്. വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെ പ്രോസസ്സാണ്? സോർട്ടിങ്, സ്ലൂസിങ്, ഡിസിൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ലാസ്റ്റ് പ്രസ് ചെയ്യുന്നു, അത് ഫോൾഡ് ചെയ്യുന്നു, മടക്കുന്നു. നമുക്കറിയാം വളരെ നീറ്റ് ആയിട്ടല്ലേ അവര് കൊണ്ടുവന്നത്. വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് അത് തേച്ച് മടക്കി ഒക്കെ ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. തേർഡ് പോയിന്റ് നോക്കിയേ. ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. ടു ഇൻസ്പെക്ട് അത് പരിശോധിക്കാം. ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ചെയ്യുക. ഡാമേജ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് റിപ്പയർ ചെയ്യുക. ആൻഡ് റീപ്ലേസ് ദം, എന്നിട്ട് അതിന് പകരം വേറെ അവിടെ റീപ്ലേസ് ചെയ്യുക, അവ മാറ്റി സ്ഥാപിക്കുക. കേടായ വസ്തുക്കളൊക്കെ നന്നാക്കി അത് പരിശോധിച്ച് നന്നാക്കുക, അത് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക. ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. ഇൻസ്പെക്ട് ചെയ്യുക, അത് പരിശോധിക്കുക, അത് റിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യുക. ഫോർത്ത് പോയിന്റ്. ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു ദ റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. എന്ത് ചെയ്യുക? ക്ലീൻ വൃത്തിയായിട്ടുള്ള ലിനന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ടു ദ റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താ ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ്, അത് ഉപയോഗിക്കുന്ന ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഫിഫ്ത് പോയിന്റ്. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ, മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക, അതിനെ കൺട്രോൾ ചെയ്യുക. മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ്, വിവര പട്ടികകള്, ഇൻവെന്ററീസ് ഒക്കെ കൺട്രോൾ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് പ്രോസസ്ഡ് ലിനൻ, ലിനൻ ചെയ്യുന്ന പ്രോസസ്സ്, ലിനന്റെ പ്രോസസ്ഡ് ലിനൻ, അത് ഇത് ചെയ്ത ലിനൻ പ്രോപ്പറായിട്ട് അത് എന്താ സ്റ്റോർ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെന്ററീസ് ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യുക. പിന്നെ സിക്സ്ത് പോയിന്റ്. റീറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. പലതരത്തിലുള്ള രജിസ്റ്ററുകൾ അത് നിലനിർത്തുക. ഡിപ്പാർട്ട്മെന്റില് വിവിധ തരത്തിലുള്ള രജിസ്റ്ററുകൾ അത് സൂക്ഷിക്കുക, റീറ്റെയിൻ ചെയ്യുക. റീറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റില് പലതരത്തിലുള്ള രജിസ്റ്ററുകൾ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ്. ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാ, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. നോക്കി ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തതുണ്ടോ നോക്കി. 6 പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ്. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. അതാണെന്ന് വെച്ചാൽ നമ്മൾ ആ ലിനൻ എത്രമാത്രം ലിനൻസ് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്ര കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ വിവര പട്ടികകള്, ഇൻവെന്ററീസ് എന്ന് വെച്ചാൽ വിവര പട്ടികകള്, അത് കൺട്രോൾ ചെയ്യുകയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതോടാണ് പ്രോസസ്ഡ് ലിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃത്തിയാക്കിയിട്ടുള്ള ലിനൻ, ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ആ ലിനൻ, അതിന്റെയൊക്കെ വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ എത്രമാത്രം നമ്മൾ അത് വൃത്തിയാക്കി, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്ര എണ്ണം എന്നുള്ളതൊക്കെ ഉള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് നോക്കണം. പിന്നെ ഫോർത്ത് പോയിന്റ് അവിടെ പറഞ്ഞത് ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു ദ റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. ആവശ്യം അനുസരിച്ച് തന്നെ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. ആവശ്യാനുസരണം അത് ഉപയോഗിക്കുന്ന ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പല ടൈപ്പ് ഓഫ് ലിനൻസ് അല്ലേ,
ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ കാര്യങ്ങളാവില്ല വേറെ ICUയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിക്കുന്ന ലിനൻ അതിന്റെ ആവശ്യാനുസരണം തന്നെ അത് ക്ലീൻ ആയിട്ടുള്ള ലിനൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്ത സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള ലിനൻ അത് ചെയ്യുന്ന പ്രോസസ്സുകളാണ് പറഞ്ഞേക്കുന്നത്. ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ അത് ഏതൊക്കെ പ്രോസസ്സാ പറഞ്ഞേക്കുന്നതെന്നാ വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാ സോർട്ടിങ് ചെയ്യുന്നുണ്ട്. ആദ്യം വെറുതെ കൊണ്ടുവന്നിട്ടല്ല ചെയ്യുന്നത്, ആദ്യം തന്നെ ഓരോന്നും എന്ത് ചെയ്യുന്നു സോർട്ട് ചെയ്യുന്നു, ഓരോന്നും അടക്കുന്നു, പിന്നെ സ്ലൂസിങ് അത് കഴുകുന്നു, ഡിസിൻഫെക്ഷൻ നടത്തുന്നു. അതിന്റെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. പിന്നെ വാഷ് ചെയ്യുന്നു, അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെ ഓരോന്നും വേർതിരിച്ചെടുക്കുന്നു, കണ്ടീഷനിങ് അതിന്റെ ഓരോ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യുന്നു, അയണൈസിങ് അയൺ ചെയ്യുന്നു, അത് പ്രസ് ചെയ്യുന്നു, മടക്കുന്നു, അത് അതിന്റെ ഫോൾഡ് ചെയ്യുന്നു. പ്രസ് ചെയ്യാന്ന് വെച്ചാൽ അമർത്തുന്നു, ഓരോന്നും അയൺ ചെയ്ത് ഓരോന്നും വെള്ളാക്കി വെച്ചിട്ട് ഓരോന്നും സെറ്റ് ആക്കുന്നു. പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി. The responsibility of the department is to manage technical functions determining DETERMING ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഡിറ്റർമിൻ. The responsibility of the department is to manage technical functions determining of the type of linen to be purchased, the quantity of the material in stock, etc. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് എന്താ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഫങ്ഷൻസുകൾ അത് മാനേജ് ചെയ്യുക, സാങ്കേതിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക. അതിനകത്ത് ഏതാ വാങ്ങേണ്ട ലിനന്റെ തരം, ഏതൊക്കെ ലിനനാണ് അത് വാങ്ങേണ്ടത് അതിനെ നിർണ്ണയിക്കുക, സ്റ്റോക്കിലുള്ള സാമഗ്രികളുടെ അളവ്, ലിനന്റെ ആവശ്യകതകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഉള്ള ലിനന്റെ ആവശ്യകതകൾ, അതിന്റെ ക്വാണ്ടിറ്റി, മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യാസമായിരിക്കും. The responsibility of the department is to manage technical functions. സാങ്കേതിക പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം. അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഡിറ്റർമിനിങ് ഓഫ് ദ ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ലിനന്റെ ആ തുണിയുടെ ടൈപ്പ്, ആൻഡ് ദ ക്വാണ്ടിറ്റി, സ്റ്റോക്കുള്ള മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെ എക്സെട്ര. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരിയിങ് ഇൻ വേരിയസ് ഏരിയാസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ലിനന്റെ ആവശ്യകതകൾ പല ഡിപ്പാർട്ട്മെന്റിലും വ്യത്യാസപ്പെട്ടിരിക്കും. വേരിയസ് ഏരിയ, പല ഏരിയയിലും ഇതിന്റെ റിക്വയർമെന്റ്സ്, മെറ്റീരിയൽ നമ്മൾ അത് വേണ്ട ലിനന്റെ കാര്യങ്ങളും ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. And the hospital needs to provide a sufficient quantity of linen for circulation as well as rest period in storage. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സർക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിലുള്ള ലിനൻ സർക്കുലേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ വീണ്ടും ഇപ്പൊ നമ്മൾ അത് എടുത്തു മാറ്റി അത് വാഷ് ചെയ്തു, അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു, അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും കളക്ട് ചെയ്തു റിസീവ് ചെയ്ത് പിന്നെ ഈ ഇതൊക്കെ ചെയ്ത് ക്ലീനിങ് വാഷ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് കൊടുത്തു. അതാണ് ആ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേക പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ലിനന് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, അതിന്റെ സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ. And the hospital needed to provide a sufficient quantity of linen for circulation as well as a rest period in storage. Okay, ഇതൊക്കെ തന്നെ അതിനകത്ത് നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഫങ്ഷൻസ് ഒന്ന് നോക്കാം കേട്ടോ, ഫങ്ഷൻസ് നോക്കാം, ഒബ്ജക്റ്റീവ്സ് നോക്കാം. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇതെല്ലാം ഓരോ കാര്യങ്ങൾ തന്നെയാണ്, പല രീതിയിൽ പറഞ്ഞേക്കുന്നതെന്നുള്ളൂ. ഈ ലോണ്ടറി ലിനൻ സർവീസിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലിനൻസ് കളക്ട് ചെയ്യുക, അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അയനൊക്കെ ചെയ്ത് ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ആവശ്യാനുസരണം
ഓരോ ഡിപ്പാർട്ട്മെന്റിലും വ്യത്യസ്ത തരത്തിലായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ആവശ്യാനുസരണം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ്. The laundry should be located in the area that has sufficient daylight and natural ventilation. നല്ല വെന്റിലേഷൻ ഉള്ള, നല്ല ലൈറ്റ് ഉള്ള ഒരു ഏരിയയിലായിരിക്കണം ലോണ്ട്രി സർവീസ്, ലോണ്ട്രി അലക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അലക്കി ഉണക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നതും നല്ലൊരു വെന്റിലേഷൻ ഒക്കെ ഉള്ള, നല്ല കാറ്റൊക്കെ കടക്കുന്ന രീതിയിലുള്ള നല്ല ഡയലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ടിപ്പിക്കലി ഇറ്റ് ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇത് എവിടെയായിരിക്കണം? പ്രത്യേകിച്ച് എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഓഫ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ്. ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് നിർത്തുക. ബിൽഡിംഗ് സിറ്റുവേറ്റഡ് നെക്സ്റ്റ് ടു ഓർ അഡ്ജസ്റ്റന്റ് ടു ദ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് എവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. അപ്പൊ മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ഒറ്റപ്പെട്ട് നിൽക്കണം. എന്നുവെച്ചാൽ മെയിൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ പറ്റില്ല. അത് മെയിൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് കുറച്ച് എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്ത് നിർത്തണം. പിന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള പവർ അത് വേണം. ഈ മെഷീനിലിട്ട് അലക്കാനും ഒക്കെ ആയിട്ടുള്ള പവർ പ്ലാന്റ്, അത് പിന്നെ അതുപോലെ തന്നെ വാട്ടർ അഡ്ജസ്റ്റന്റ് ടു ദ, തൊട്ടടുത്ത വെള്ളത്തിന്റെ സൗകര്യം ഒക്കെ കിട്ടണം. അലക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള വാട്ടർ ഒക്കെ കിട്ടുന്ന രീതിയിൽ അതിനോട് ചേർന്നൊക്കെ ആയിരിക്കണം ഇത് സിറ്റുവേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത്. പവർ പ്ലാന്റിനോടൊക്കെ ചേർന്ന, വാട്ടർ പവർ പ്ലാന്റിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഐസൊലേറ്റഡ് ബിൽഡിങ്ങിന്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഈ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞത് should be located in the area that has sufficient daylight and natural ventilation. ആവശ്യത്തിനുള്ള ലൈറ്റ്, വെന്റിലേഷൻ ഒക്കെ ഉള്ള സ്ഥലമായിരിക്കണം. ടിപ്പിക്കലി എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിന്റെയും പവർ സപ്ലൈ ഒക്കെ അത് കിട്ടുന്ന രീതിയിൽ മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരിക്കണം. The department should be situated close to the elevator and must permit easy movement of linen to different area. പിന്നെ ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കണം? എലിവേറ്ററിനോട് ചേർന്ന്. ലിഫ്റ്റില്ലേ, ഇത് കൊണ്ടുപോകണ്ടേ? അപ്പൊ അത് നമുക്ക് ചുവന്നുകൊണ്ട് പോകാനൊന്നും പറ്റൂല്ലോ. അപ്പൊ അത് കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എവിടെയാണ്? എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ ഒക്കെ അടുത്ത്, ലിഫ്റ്റിനോടൊക്കെ ചേർന്നായിരിക്കണം. ആൻഡ് മസ്റ്റ് പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് ലിനൻ ടു ഡിഫറെന്റ് ഏരിയ. പല ഏരിയയിലേക്ക് ഈസി ആയിട്ട് ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ആ ഒരു എലിവേറ്ററിന്റെ ഒക്കെ അടുത്തായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ ലോണ്ട്രി മാനേജ് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക് which mainly include disinfection and infection control of normally stained linen as well as infected linen. എന്നെ നോക്കിയേ, ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു എലിവേറ്ററിന്റെ അടുത്തായിട്ടൊക്കെ സ്ഥിതി ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വേഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റൽ ലിനനില് പ്രത്യേക തരത്തിലുള്ള ജോലികളും അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ലോണ്ട്രി മാനേജ് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക്. ഹോസ്പിറ്റൽ ലോണ്ട്രി പ്രത്യേക ജോലികളും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതില് പ്രധാനമായിട്ടും ഏതൊക്കെയാ? വിച്ച് മെയിൻലി ഇൻക്ലൂഡ്സ് ഡിസ്ഇൻഫെക്ഷൻ, അണുവിമുക്തമാക്കല്. എല്ലാ തുണിയിൽ നിന്നുള്ള ഇതൊക്കെ അണുവിമുക്തമാക്കുന്നു. ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഓഫ് നോർമലി സ്റ്റെയിൻഡ് ലിനൻ ആസ് വെൽ ആസ് ഇൻഫെക്റ്റഡ് ലിനൻ. സ്റ്റെയിൻഡ് ആയിട്ടുള്ള, മഞ്ഞമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേതാ ബ്ലഡിന്റെ അംശമുള്ളതോ യൂറിനൊക്കെ ഉള്ള അങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ, അതോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ലിനൻ, ഇങ്ങനെയുള്ളതൊക്കെ ഡിസ്ഇൻഫെക്ഷൻ നടത്തുക എന്നുള്ളതാണ് അത് അതിന്റെ ഒരു മെയിൻ ഫങ്ഷനിൽ വരുന്നത്, അതിനകത്ത് ഉൾപ്പെടുന്നത്. പല ഐറ്റംസുകളും ലോണ്ട്രി സർവീസ് പല മേഖലകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതില് പ്രധാനം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ ഡിസ്ഇൻഫെക്ഷൻ നടത്തുക എന്നുള്ളതാണ്.
there should be separate infection area from the reception area. ഇവിടെ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയ സെപ്പറേറ്റ് ചെയ്യണം. There should be separate infection area from the reception area. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ആ ഇൻഫെക്ഷൻ ഏരിയ എന്ത് ചെയ്യണം? അതിനെ സെപ്പറേറ്റ് ചെയ്യണം, മാറ്റി നിർത്തണം. There should be sufficient power, sufficient quantity of steam as well as correct temperature. ഇവിടെ എന്തൊക്കെ വേണം? സഫിഷ്യന്റ് പവർ. ഈ മെഷീനുകള്, ഇത് അലക്കുന്ന മെഷീൻ, വാഷിംഗ് മെഷീൻ ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള മെഷീനുകളിലൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ വേണം. സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം, അതിന്റെ സ്റ്റീം വേണം, അത് സ്റ്റീം ചെയ്യാനുള്ളത് പല ക്വാണ്ടിറ്റി ഉള്ള സ്റ്റീം വേണം. പിന്നെ കറക്റ്റ് ടെമ്പറേച്ചർ ഒക്കെ ഇവിടെ വേണം. എന്നിവ അവിടെ ഉണ്ടായിരിക്കണം. സഫിഷ്യന്റ് പവർ, സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം, അതുപോലെ തന്നെ കറക്റ്റ് ടെമ്പറേച്ചർ എന്നിവയൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെ ആ ലൊക്കേഷനിൽ വരുന്നതാണ്. പിന്നെ അത് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. സഫിഷ്യന്റ് ഡയലൈറ്റ്, നാച്ചുറൽ വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ലൊക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ട് നിർത്തണം. സർവീസ് ഏരിയയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിർത്തുന്ന തരത്തിലായിരിക്കണം. അവിടെ തൊട്ടടുത്തുള്ള ഏരിയയില് വാട്ടറും പിന്നെ പവർ പ്ലാന്റ്, ഇതൊക്കെ പവറും ഒക്കെ കിട്ടുന്ന രീതിയിലായിരിക്കണം ഇത് സിറ്റുവേറ്റ് ചെയ്യാനായിട്ട്. മെയിൻ സർവീസ് ഏരിയയിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് ഐസൊലേറ്റ് ബിൽഡിങ്ങില് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞത് എലിവേറ്ററിനോട്, ലിഫ്റ്റ് ഒക്കെ ഇല്ലേ, അതിനോട് ചേർന്നായിരിക്കണം. എന്തുകൊണ്ടാ? ഇത് വേഗം ഈസി ആയിട്ട് അത് പല ഡിപ്പാർട്ട്മെന്റിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പല മേഖലകളും ലോണ്ടറി മാനേജ് സ്പെഷ്യാലിറ്റി ഐറ്റംസുകൾ ആൻഡ് ടാസ്ക്, പല കാര്യങ്ങളും ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് എന്താ? ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ of normally stained linen as well as infected linen. സ്റ്റെയിൻഡ് ആയിട്ടുള്ള, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനെ അതൊക്കെ ഡിസ്ഇൻഫെക്ഷൻ നടത്തുക എന്നുള്ളത് ഈ ലോണ്ടറി സർവീസിന്റെ ഒരു മാനേജ് ചെയ്യുന്ന ഒരു മേഖലയിൽ വരുന്നതാണ്. അതിനകത്ത് ഒരു പ്രത്യേകം ഈ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയ അവിടെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സഫിഷ്യന്റ് ആയിട്ടുള്ള പവർ വേണം, സ്റ്റീം വേണം, അതുപോലെ തന്നെ കറക്റ്റ് ടെമ്പറേച്ചർ എന്നിവയൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. പിന്നെ അടുത്തത് ഫെസിലിറ്റി ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഫെസിലിറ്റി ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. The basic requirement for the department includes. ഇതൊക്കെ തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ തന്നേക്കുന്നുള്ളൂ. The basic requirements of the department. ഈ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്, എന്തൊക്കെ ഏരിയസ് ആണ് വേണ്ടതെന്നാണ്. ഡീകണ്ടാമിനേഷൻ ഏരിയ. അപ്പൊ നോക്കിക്കോളാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയ. അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഏരിയ വേണം. അതിനകത്ത് തന്നിട്ടാണ് സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, കഴുകുന്നത്, അണുനിശീകരണം നടത്താനൊക്കെ വേണ്ടിയിട്ട്, വാഷ് ചെയ്യാനും ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. ഓക്കെ, ഫെസിലിറ്റീസിൽ വരുന്നതാണ് ഡീകണ്ടാമിനേഷൻ ഏരിയ. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റില് ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ആ സോയിൽഡ് ആയിട്ടുള്ള ലിനൻ, മലിനമായിട്ടുള്ള ലിനൻ റിസീവ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും അതിനെ തരംതിരിക്കാൻ, സോർട്ടിങ് നടത്താനും വാഷർ ലോഡിംഗ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ വേണം. ഇത് റിസീവ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള ഒരു സോയിൽഡ് ലിനനൊക്കെ കളക്ട് ചെയ്ത് വെക്കാനും അത് സ്റ്റോർ ചെയ്യാനും സോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ വേണം. തേർഡ് നോക്കിയേ, പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. അത് വേണം. നോക്കിയേ, ഒരു വിതരണത്തിനുള്ള സൗകര്യം, പ്രോപ്പർ ആയിട്ട് വാട്ടർ, അതുപോലെ സ്റ്റീം വേണം, പവർ, ഇതിന്റെയൊക്കെ ഒരു വിതരണം ചെയ്യാനുള്ള ഒരു
ഇത് വേണം, വിതരണം ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ വേണം, പ്രൊവിഷൻ വേണം. പിന്നെ ഫോർത്ത്, ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. ക്ലീൻ ലിനൻ, ക്ലീൻ ആയിട്ടുള്ള ലിനൻ പ്രോസസ് ചെയ്യാനുള്ള ഒരു റൂം വേണം. വാഷ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള ലിനൻ എടുത്ത് വെക്കാനായിട്ട് ആ ക്ലീൻ ലിനൻ പ്രോസസ് ചെയ്യാനുള്ള ഒരു റൂം വേണം. പിന്നെ അഞ്ചാമത്തേൽ വരുന്ന സ്റ്റാഫ് ഫെസിലിറ്റീസ്, സ്റ്റാഫിനുള്ള. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇരിക്കാനും അവർക്ക് റെസ്റ്റ് ചെയ്യാനും അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാഫിനുള്ള ഫെസിലിറ്റീസ് വേണം, സ്റ്റാഫ് ഫെസിലിറ്റീസ് വേണം. പിന്നെ 6, ഏരിയ ഫോർ അയണിങ്, സീയിങ് ആൻഡ് മെൻറ്റിങ് ആൻഡ് ക്ലോത്ത് ഡ്രൈയിങ് ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് അയണിങ്, അയൺ ചെയ്യാൻ, തേക്കാനുള്ളത്. സീയിങ്, തയ്ക്കാൻ, എന്തെങ്കിലും കീറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, തയ്ക്കാനായിട്ടുള്ള ഏരിയ, സീയിങ്, തയ്ക്കുക. ആൻഡ് മെൻറ്റിങ്, അത് നന്നാക്കാനായിട്ട്. ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ, ക്ലോത്ത്സ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ഉണക്കാനുള്ള ഒരു ഏരിയയും വേണം. അയൺ ചെയ്യാന്, തയ്ക്കാന്, തയ്ക്കാനായിട്ട്, അതെന്തെങ്കിലും റിപ്പയർ ചെയ്യണ്ടെങ്കിൽ അത് നന്നാക്കാനുള്ളതും, പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത്സുകൾ ഡ്രൈ ചെയ്യാനുള്ളതുമായിട്ടുള്ള ഏരിയ വേണം. 7th പോയിന്റ്, സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. സൊല്യൂഷൻ എന്നുവെച്ചാൽ ഇത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു റൂം വേണം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. പിന്നെ അടുത്താണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്. നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള, നമ്മൾ പറഞ്ഞല്ലോ മിഷീനിൽ ഇടുന്നതിന് മുന്നേ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഹാൻഡ് വാഷിംഗ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വേണം. പിന്നെ അടുത്ത ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള, വെക്കാനുള്ള ലോക്കബിൾ സ്റ്റോർ വേണം. ലോക്ക് ചെയ്ത് വെക്കാനുള്ള സ്റ്റോർ വേണം. ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. പിന്നെ 10th പോയിന്റ്, ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഇഷ്യൂ ചെയ്യുന്ന, അത് വിതരണം ചെയ്യുന്ന ഒരു കൗണ്ടർ വേണം. ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. പിന്നെ അടുത്തത് 11, സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ്, സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. അപ്പൊ സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ്, ആ ക്ലീനിങ് ഏജന്റ്, അത് വൃത്തിയാക്കുന്നതിനുള്ള ഡിറ്റർജൻസ് കാര്യങ്ങളൊക്കെ ഇടൂലേ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആ ക്ലീനിങ് ഏജന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള പ്ലേസ് വേണം. സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. അടുത്തത് എന്താണ്, സ്റ്റോർ ചെയ്യാൻ, ക്ലീൻ ലിനൻ, ക്ലീൻ ആക്കിയിട്ടുള്ള ലിനൻ സ്റ്റോർ ചെയ്യാനുള്ള പ്ലേസ് വേണം. അത് ക്ലീൻ ആക്കാൻ വേണ്ടിയുള്ള ക്ലീനിങ് ഏജന്റ് വെക്കാനുള്ള സ്പേസും വേണം. 12 പോയിന്റ്, ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ്സ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ ഇത് വാഷിംഗ് മെഷീൻ, വാഷ് ചെയ്യാനുള്ള മെഷീൻ വെക്കാൻ വാഷിംഗ് മെഷീനും, സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ അത് പിഴിയാനായിട്ട്. ഇത്രയും തുണികൾ ഒരുമിച്ചല്ലേ ചെയ്യുന്നത്, അപ്പൊ അത് നല്ലോണം പിഴിഞ്ഞ് ഡ്രൈ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സ്ക്യൂസർ എന്ന് പറയുന്നത്. ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻ സ്ക്യൂസർ. വാഷിംഗ് മെഷീന്, സ്ക്യൂസർ, ഇതൊക്കെ വെക്കാൻ, ഇങ്ങനെയുള്ള ഹെവി എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള സ്ഥലം വേണം. പിന്നെ 13th പോയിന്റ്, ഡെസ്കുകള്, കൗണ്ടേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ടു സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റർ. ഫയലുകള്, രജിസ്റ്റർ ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഡെസ്കുകള് വേണം, അതിന്റെ കൗണ്ടർ വേണം, ക്യാബിനറ്റ്സ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് അതിന്റെ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം, പിന്നെ ഐറ്റംസുകൾ റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സോർട്ടിങ് ചെയ്യാനും വാഷർ ലോഡിങ്, സോയിൽഡ് ലിനൻ വാഷ് ചെയ്യാനും ഒക്കെ ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഏരിയ വേണം. വാട്ടർ, സ്റ്റീം, പവർ, ഇതൊക്കെ അതിനുള്ളൊരു വ്യവസ്ഥ, അത് സപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ വേണം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, ലിനൻ പ്രോസസ് ചെയ്യാനുള്ള റൂം വേണം.
സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഫെസിലിറ്റീസ് വേണം. ഏരിയ ഓഫ് അയൺ ചെയ്യാന്, സീയിങ് ചെയ്യാന്, മെൻറ്റിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ്, ക്ലോത്ത്സ് ഉണക്കാനുള്ള ഏരിയ വേണം. പിന്നെ പ്രിപ്പയർ ചെയ്യാനും സ്റ്റോറേജ് ചെയ്യാനുള്ള റൂം വേണം. ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി വേണം. പിന്നെ മെറ്റീരിയൽസ് അക്കോമഡേറ്റ് ചെയ്യാൻ, അത് സൂക്ഷിക്കാനായിട്ടുള്ള ലോക്കബിൾ സ്റ്റോർ വേണം. പിന്നെ ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു കൗണ്ടർ വേണം. പിന്നെ ക്ലീനിങ് ഏജന്റ് സ്റ്റോർ ചെയ്യാനും, അത് തന്നെ ലിനൻ സ്റ്റോർ ചെയ്യാനും, ക്ലീൻ ലിനൻ സ്റ്റോർ ചെയ്യാനും ഉള്ള ഒരു പ്ലേസ് വേണം. പിന്നെ ഹെവി മെഷീൻസുകൾ, വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ, പിഴിഞ്ഞാനുള്ള മെഷീനാണ് സ്ക്യൂസർ എന്ന് പറയുന്നത്. സ്ക്യൂസർ, വാഷിംഗ് മെഷീനൊക്കെ അത് അത് വെക്കാനുള്ള ഹെവി എക്യുപ്മെന്റ്സ് വെക്കാനുള്ള ഒരു സ്പേസ് വേണം. പിന്നെ ഡെസ്ക്, കൗണ്ടർ, ക്യാബിനറ്റ്സ് ഫോർ സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റർ, ഫയലുകളും രജിസ്റ്ററും ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഡെസ്ക്, അത് ചെയ്യാനുള്ള ഡെസ്കുകള്, കൗണ്ടറുകള്, ക്യാബിനറ്റ്സ് ഒക്കെ വേണം. നോക്കിയേ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫെസിലിറ്റി ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത് പഠിക്കാനില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേഗം അങ്ങനെ പറഞ്ഞു പോണത്. ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു പോർഷൻ അല്ല. പിന്നെ അത് ജസ്റ്റ് പോയിന്റ്സുകൾ മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അതിന്റെ ഒപ്പം അതും നോക്കി പോകാം കേട്ടോ. ഇതിങ്ങനെ എന്താ പറയാ, ഒരു എസ്സേ പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഒരുപാട് ഇങ്ങനെ വായിച്ച് ഇതാക്കാനുള്ളതാണ്. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്ത ഉണ്ടോന്ന് നോക്കിയേ. എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്പേസ് റിക്വയർമെന്റ്സ്, ലോണ്ടറി ലിനൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ സ്പേസ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും അതിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ ഈ പോയിന്റ്സുകൾ, ഫെസിലിറ്റി? ഓക്കെ, ഇതൊക്കെ അങ്ങനെ മെന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നാക്കുക എന്നുള്ളത്, പ്രിപ്പയർ എന്നൊക്കെ ഉള്ള മീനിങ് ആട്ടോ മെന്റിങ് എന്ന് പറയുന്നത്. അയൺ ചെയ്ത് അത് തേക്കാനും, അത് തൈല് സ്യൂയിങ് എന്തെങ്കിലും കീറിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനും, പിന്നെ മെന്റ് ചെയ്യാൻ വെച്ചാൽ അത് നന്നാക്കാനെന്നുള്ളത്, നന്നാക്കുക, റിപ്പയർ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത്സ് ഒക്കെ ട്രൈ ചെയ്യാനുള്ള ഒരു ഏരിയ വേണം. ഓക്കെ, പിന്നെ ഇത് തന്നെയൊക്കെയാണ് വീണ്ടും വരുന്നത് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് ഒന്നുകൂടി നമുക്കൊന്ന് വേഗം ഒന്ന് നോക്കി പോകാം. ആകെ 2 പേജേ എടുത്തുള്ളൂ നമ്മള്. ഫസ്റ്റ് നമ്മള് എന്താ പറഞ്ഞേ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലോണ്ടറി സർവീസ് എന്താ? ലോണ്ടറി ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഡെഫിനിഷൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. adequate, clean, constant supply of linen to all departments. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ലിനൻ പ്രൊവൈഡ് ചെയ്യുക. അത് വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ലിനൻ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലോണ്ടറി ലിനൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ അവർക്കുള്ള ഉത്തരവാദിത്തം എന്താ? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഉത്തരവാദിത്തം എന്താ? നല്ല ക്ലീൻ ആയിരിക്കണം. ഇൻഫെക്ഷന്റെ ആ റിസ്ക് റെഡ്യൂസ് ചെയ്യുക, ഒരു പ്രോപ്പർ ഹൈജീനിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, പേഷ്യൻസിന് സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഇതുണ്ടാവുന്നത്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡോ യൂറിൻ ഫീറ്റസ് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കളക്ട് ചെയ്ത് ഇനി പല സ്റ്റെപ്സുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിലും തുണി അലക്കണതിന് മെഷീനിൽ ഇടുന്നതിന് മുന്നേ പല സ്റ്റെപ്പ് ചെയ്യൂലേ അല്ലെ? എല്ലാ തുണിയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് മെഷീനിൽ ഇടുന്നത്. അത് ആദ്യം തന്നെ സോർട്ട് ചെയ്യും, ഓരോന്ന് തരംതിരിക്കും അല്ലെ? തരംതിരിച്ചിട്ടാണ് ഓരോന്നൊക്കെ ഇടുന്നത്. അങ്ങനെ അത് നിങ്ങൾക്ക് ലാസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്.
അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സേഫ്, ക്ലീൻ, ആംബിൾ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് ദ ലിനൻ ടു ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാ? റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ഇത് ടേം എന്ന് പറഞ്ഞ ലിനൻ എന്ന് പറഞ്ഞ ടേം തന്നെ എന്താ? ക്ലോത്തിങ് ഐറ്റംസിനെയാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാന്ന് പറഞ്ഞ കോട്ടൺ ആണ്. എന്തുകൊണ്ടാ? ലോവർ പ്രൈസ് ആൻഡ് മോർ കംഫർട്ടബിൾ. പ്രൈസ് വില കുറവും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതുമാണ്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ പല രീതിയിൽ തന്നേക്കുന്നുള്ളൂ കേട്ടോ. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലിനിൻസ് ഒക്കെ സപ്ലൈ കളക്ട് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്ത് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക. അത് തന്നെ റീറ്റെയിൻ ദ ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് 6 പോയിന്റ്സ് ആ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് അത് നോക്കണം. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. സഫീഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷനും ഡേലൈറ്റും ഒക്കെ കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം. പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് പറഞ്ഞു, അത് നിങ്ങൾ നോക്കണം. പിന്നെ ഫെസിലിറ്റി എന്തൊക്കെയാണ്, ഫെസിലിറ്റി ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് എന്നുള്ളതും നോക്കാം കേട്ടോ. ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ തരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കി പോകാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ.